സന്തോഷമായി ഇല്ല ആരും നായിക്കാം ഇല്ല. ഹലോ എവരിവൺ, കാക്കബോക്സിന്റെ നമ്മുടെ തെയ്യ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. കണ്ണൂർ തന്നെയാണ് നമ്മൾ. കണ്ണൂർ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രക്തചാമുണ്ടി തെയ്യവും അതുപോലെ തന്നെ പൊട്ടൻ തെയ്യവുമാണ്. നമ്മൾ ആദ്യം കണ്ടത് കണ്ടനാർ കേളനും അതുപോലെ തന്നെ വയനാട്ട് കുലവനും നമ്മുടെ കുടിവീരന്റെ പയറ്റായി കണ്ടിട്ട് നേരെ വന്നിരിക്കുന്നത് നമ്മൾ അടുത്തുള്ള ഒരു 30 കിലോമീറ്റർ മാറി ഉള്ളൊരു ഗ്രാമാന്തരീക്ഷമുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. കാട്ടാമ്പള്ളി പരപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് പൊട്ടൻ തെയ്യവും അതുപോലെ തന്നെ രക്തചാമുണ്ടി തെയ്യം അണിയലങ്ങളെ കുരുക്കി മുഖത്ത് ചായമൊക്കെ തേച്ച് കാണുന്നത് രക്തചാമുണ്ടി തെയ്യമാണ്. അപ്പം ഇനിയും അതിൻ്റെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ അലങ്കാരങ്ങളും അണിയലങ്ങളും ഒക്കെ ഒരുക്കാനുണ്ട്. രക്തചാമുണ്ടി തെയ്യത്തിന്റെ വേഷം എന്ന് പറയുന്നത് പീടക്കാലും അതുപോലെ തന്നെ കുരുത്തേപ്പും മുഖത്തെഴുത് മാറുമുലയും പുറത്തിട്ട് മുടിയുമാണ് രക്തചാമുണ്ടിയുടെ വേഷം. അപ്പം അതിന്റെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രക്തബീജാസുരനെ വധിക്കാൻ വേണ്ടി ആദിപരാശക്തിയെടുത്ത രൂപമാണ് രക്തചാമുണ്ടി എന്ന് പറയുന്നത്. ഒരുപാട് ജനങ്ങൾ ഈ തെയ്യം കാണുവാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തു നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലെ ആൾക്കാരുണ്ട്. എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ ഒരുപാട് ആൾക്കാർ ഈ തെയ്യം കാണാൻ എത്തിയിട്ടുണ്ട്. അണിയലങ്ങളും ചമയങ്ങളും വേഷങ്ങളെല്ലാം കിട്ടി ആഭരണങ്ങളൊക്കെ ഇട്ട് രക്തചാമുണ്ടിയാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഈ തെയ്യം കിട്ടുന്ന ആൾക്കാർ നല്ല രീതിയിൽ വ്രതമൊക്കെ എടുത്തിട്ടാണ് ഇത് കിട്ടുന്നത്. നല്ല രീതിയിൽ വ്രതമൊക്കെ എടുത്ത് അതുപോലെ തന്നെ ഈ നല്ല ഭക്തിയായിട്ടൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ തെയ്യ വേഷങ്ങൾ. അപ്പം രക്തചാമുണ്ടി തെയ്യത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രക്തചാമുണ്ടി തെയ്യം എല്ലാവർക്കും എല്ലാ സൈഡിലും പോയി നല്ല രീതിയിൽ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഈ തെയ്യം കെട്ടുന്ന ആളും ഈ കാവിലോട്ട് നോക്കി ഒരുപാട് പ്രാർത്ഥിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് ഇറങ്ങുന്നത്. അപ്പോൾ ആള് പിന്നെ രക്തചാമുണ്ടിയായിട്ട് മാറുകയാണ്. എല്ലാ ഭക്തർക്കും അതുപോലെ തന്നെ തെയ്യത്തിനെ വിശ്വസിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ രക്തചാമുണ്ടി പൂവാണ് പ്രസാദമായിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നത്.
തെയ്യത്തിന്റെ വേഷങ്ങളായാലും അതുപോലെ തന്നെ ആഭരണങ്ങളും കുരുത്തോലകളും എല്ലാം നല്ല ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ദേഹത്ത് കെട്ടിവെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അത്രയും വൃതവും അതും ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതാണ് അവർക്കത് തോന്നുന്നില്ല, വെയിറ്റ് ഉണ്ടോയെന്ന് പോലും തോന്നുന്നില്ല. നല്ല വെയിറ്റുള്ള സാധനമാണ് അത് കെട്ടിവെക്കുന്നത്. അത് കെട്ടിവെക്കാൻ നേരത്ത് 2-3 പേര് പിടിച്ചിട്ടാണ് അതിങ്ങനെ പൊക്കി വെച്ചത്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ കെട്ടിവെക്കുകയൊക്കെ ചെയ്തത്. അതൊക്കെ ദേഹത്ത് ഇങ്ങനെ കെട്ടിവെച്ചത് ഇങ്ങനെ ആടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമാണ്. ഇപ്പോൾ രക്തചാമുണ്ഡി തെയ്യത്തിൻ്റെ വേഷങ്ങൾ കെട്ടി ഒരുപാട് സമയം ഇങ്ങനെ തുള്ളുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അത് ഒരുപാട് മണിക്കൂറുകൾ നീണ്ടിരുന്നു. നമുക്ക് പരമാവധി വീടിക്കകത്ത് നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപാട് സമയമായി. ചെറിയ ചെറിയ ആൽത്തറകൾ പോലുള്ളിടത്തൊക്കെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ രക്തചാമുണ്ഡി തെയ്യം നമ്മളിവിടെ വിശ്രമിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് പൊട്ടൻ തെയ്യമാണ്. പൊട്ടൻ തെയ്യത്തിന്റെ വരവാണ് നമ്മൾ കാണാൻ പോകുന്നത്. പൊട്ടൻ തെയ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ചു വരുന്ന ഒരു തെയ്യമാണ് പൊട്ടൻ തെയ്യം. ജാതീയ ഉച്ച നീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരന്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന് പിറകിലുള്ളത്. പൊട്ടൻ തെയ്യം മലയൻ, പുലയൻ, ചിറവൻ, പാണൻ തുടങ്ങി പല സമുദായികളും കെട്ടാറുണ്ട്. തീയിൽ വീഴുന്ന പൊട്ടനുമുണ്ട്, തീയിൽ വീഴാത്ത പൊട്ടൻ തെയ്യങ്ങളും ഉണ്ട്. അപ്പം ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ചു കുഴയ്ക്കുന്ന ഒരാളെ പൊട്ടൻ എന്ന് മുദ്രകുത്തി തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതിലും പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയായും കാര്യമായും കൂട്ടിക്കിഴച്ച് പറഞ്ഞ് ഫലിപ്പിക്കുന്ന പൊട്ടങ്കാളി എന്ന് പറയുന്ന പൊട്ടൻ തെയ്യമാണ് ഈ നമ്മൾ കാണുന്നത്. പൊട്ടൻ തെയ്യങ്ങളുടെ ആ കാഴ്ചകൾ നമ്മളുടെ കണ്ണിലെ ഉറക്കം കളയും. അതുപോലുള്ള മനോഹരമായ ചമയങ്ങളും ആഭരണങ്ങളും ആ കുരുത്തോല വെച്ചിട്ടുള്ള അതിൻ്റെ വേഷങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മളുടെ ഉറക്കം പോയി നമ്മൾ ആ വിഷ്വൽ കാഴ്ച ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ എല്ലാം ലൈറ്റാണ് വെച്ച്. അപ്പോൾ നമ്മുടെ ഈ ചൂട്ടിൻ്റെ വെട്ടത്തിലാണ് ഇപ്പോൾ പൊട്ടൻ തെയ്യം നമ്മൾ കാണുന്നത്. പൊട്ടൻ തെയ്യത്തിനെ നമ്മൾ കാണുന്നത്. അത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ആശ്ചര്യം പോലെ നമ്മളുടെ ഒരു കണ്ണിന് കളർഫുള്ളായിട്ടുള്ള ഒരു കുളിർമയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ പേടി തോന്നിക്കുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പൊട്ടൻ തെയ്യത്തിന്റെ വേഷം എന്ന് പറയുന്നത് മാർച്ചമയം, അരിച്ചാന്ത്, മുഖത്തെഴുത്ത്, മുഖപ്പാള, തിരുമുടി, കൊയ്യോല, ഇത്രയും വേഷങ്ങളാണ് പൊട്ടൻ തെയ്യത്തിനുള്ളത്. ഈ പൊട്ടൻ തെയ്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പൊട്ടന്റെ തോറ്റം നടക്കുന്ന സമയത്ത് പുളിമരം, ചെമ്പകമരം തുടങ്ങിയ മരങ്ങൾ ഉയരത്തിൽ കൂട്ടിയിട്ടുണ്ടാക്കുന്ന മേലാരിക്ക് തീ കൊടുക്കും. പുലർച്ചെ ആവുമ്പോഴേക്കും ഏകദേശം കത്തിക്കനലായി തീർന്നിട്ട് നമ്മുടെ ഇവിടെ കത്തിക്കനലായി നമ്മൾ നല്ല ഒരു രാത്രി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കത്തി തുടങ്ങിയതാണ്. അപ്പം നേരം വെളുത്ത് വരുമ്പോഴത്തേന് അത് കനലായിട്ട് അതിൽ പൊട്ടൻ തെയ്യം ഇങ്ങനെ കിടക്കും. അപ്പൊ കനലായ ഒരു ഭാഗത്ത് ഇങ്ങനെ അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ തീയും ഇട്ടിട്ടുണ്ട്. അപ്പൊ രണ്ടിടത്തും വന്ന് പൊട്ടൻ തെയ്യത്തിന് തണുക്കുന്നു എന്നാണ് പറയുന്നത്. കുളിര്, തണുപ്പ് എങ്ങനെ പറഞ്ഞിട്ട് അതിൽ വന്ന് കിടക്കും. അതിൽ വന്ന് കിടന്നിട്ട് അവിടുത്തെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് പറയുന്നത്. പൊട്ടൻ തെയ്യം പോലെ പൊട്ടൻ പോലെ പറയും, പക്ഷേ കാര്യമുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളത് മൈൻഡ് ചെയ്യാതെ പോകും. അവിടുത്തെ ജനതയുടെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് തമാശ രീതിയിലും ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും പൊട്ടൻ എന്ന് വിളിച്ച് നമ്മളത് മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.
തീയെ പ്രതിരോധിക്കാൻ കുരുത്തോല വെച്ച് നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പൊള്ളലേൽക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ആ ദൈവത്തിൻ്റെ ഒരു വ്രതത്തിലും അല്ലെങ്കിൽ അവരതിനോട്ട് ഇങ്ങനെ ലയിച്ചു ചേരുമ്പോൾ അതൊക്കെ അവർക്കൊരു വിഷയമല്ല. അങ്ങനെയാണ് കൊട്ടൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ. സന്തോഷായി ഇല്ല ആരും നോക്കാം ഇല്ല ഇല്ല ആരും നയിച്ചിടൂ കേട്ടോ ആരും നയിക്കാതെ പറഞ്ഞേ